ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ശർക്കര വരട്ടിയാണ്. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ, അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ചകണിയും കുരുവൊക്കെ ഒന്ന് മാറ്റി ഒരു 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കണേ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചക്ക ഉപ്പേരിയൊക്കെ നമ്മൾ റെഡിയാക്കുമല്ലോ, അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചക്കയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് അളവിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചക്കയെല്ലാം നന്നായിട്ടൂടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ചക്കയെല്ലാം ഞാനൊന്ന് കോരി മാറ്റുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ചക്കയും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ചക്കയെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം. ഒരു 2 തവിക്കാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. ഈ ഇളക്കി കൊടുക്കുന്ന തവിക്ക് തന്നെയാണ് 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. കട്ട ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതിയാവും. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പാനിയായിട്ടുണ്ട്, ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. ഒരു നൂൽ പരുവമാകുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം. ഒരു നൂൽ പരുവം അറിയാൻ വേണ്ടി തവിയുടെ പുറകെ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ ഒരു നൂൽ പരുവമായിട്ട് കിട്ടും ശർക്കര. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും നല്ല ജീരകവും ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ചക്കയെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കരയെല്ലാം ചക്കയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് ശർക്കര മൊത്തം ഒന്ന് വറ്റി വരുന്നതേ സമയം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചക്കയും ശർക്കരയും എല്ലാം കൂടെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ടാണ്. ഒരു ചക്കയുടെ കഷ്ണം മറ്റൊരെണ്ണത്തിലോട്ടൊന്ന് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടാനായിട്ടാണ്. അത്ര ആവശ്യമുണ്ട്, അത്രയും ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാമേ. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ശർക്കര പാനിയെല്ലാം നന്നായിട്ട് ഈ ചക്കയിലെല്ലാം ഒന്ന് പിടിച്ചു വരും. അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഏത്തക്ക ശർക്കര വരട്ടി മാറി നിൽക്കും, അതുപോലത്തെ ടേസ്റ്റാണ് നമ്മുടെ ചക്ക ശർക്കര വരട്ടിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു സർവിങ് പ്ലേറ്റിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചക്ക ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്നെടുത്ത് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഒടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള ചക്ക ശർക്കര വരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.